ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1172 സ്പോയിലേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ 6000 സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുക്കാൻ പോവുകയാണ്. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ. ചാപ്റ്ററിന്റെ പേര് ദിസ് ഈസ് ദ എൽബാഫ് ദാറ്റ് ഐ ലവ് എന്നാണ്. കവർ പേജിലുള്ളത് മിസ്റ്റർ 2 ആണ്, അതായത് നമ്മുടെ ബോൺ ക്ലേ സമ. പുള്ളി കുറെ അരയന്നങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രമാണ് കവർ പേജ്. കംബാക്ക് ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ബോൺ ക്ലേ സമ. ഇമ്പൽ ഡൗണിൽ പുള്ളി ഉണ്ടാക്കിയ ഫാൻ ബേസ് ആ ലെവലിലായിരുന്നു. പുള്ളിയുടെ കംബാക്ക് എപ്പോഴെങ്കിലും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയൊക്കെ എനിക്കുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ സ്പോയിലറിന്റെ എയർലി ഹിൻസിൽ പുള്ളിയുടെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ചാപ്റ്ററിൽ വല്ലതും പുള്ളിയെ മെൻഷൻ ചെയ്യുമെന്ന് ഞാനൊന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ കവർ പേജിലേ ഉള്ളൂ. ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ പറയുന്നത് 1172 മൊത്തത്തിലൊരു റീക്യാപ്പ് ചാപ്റ്റർ ആയിരിക്കും എന്നാണ്. അതായത് കുറെ മാപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് എൽബാഫിൽ ഓരോരുത്തരും ഇപ്പോൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നത്, ഓരോരുത്തരുടെയും പൊസിഷൻ എന്താണെന്ന് കാണിക്കുന്ന ഒരു ചാപ്റ്റർ. ഹരാൾഡ് മരിച്ച ആ ദിവസം സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ജാറിൽ എൽബാഫിലുള്ള എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ലോക്കി നിരപരാധിയാണെന്നുള്ള ആ സത്യവും പുള്ളി റിവീൽ ചെയ്യുന്നു. എന്നിട്ട് വേൾഡ് ഗവൺമെന്റുമായിട്ട് ജാറിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എൽബാഫിലുള്ള എല്ലാ ജയൻസും പുള്ളിക്ക് ഇപ്പോൾ അതിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എതിർപക്ഷത്താണെങ്കിൽ ഇമു പൊസസ് ചെയ്ത ആ ഗുങ്കോയും പിന്നെ ബാക്കി ഗോഡ് നൈറ്റ്സ്, അതായത് കില്ലിംഗ്ഹാമും സോമേഴ്സും, ഇവരും യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ബാക്കി സ്ട്രോഹാറ്റ്സ്, അതായത് നാമി, ഉസോപ്പ്, ജിംബെ, ബ്രൂക്ക്, റോബിന്, ഇവരെയൊക്കെ ഗുങ്കോ അവിടെ തുണി ചുറ്റി ട്രാപ്പ് ആക്കിയിട്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ബ്രൂക്ക് രക്ഷപ്പെട്ട് എങ്ങോട്ടേക്കോ പോയിരിക്കുകയാണ്. ബ്രൂക്ക് എന്തോ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് അവനിങ്ങനെ ചാടി പിടിച്ച് ഇവിടുന്ന് പോയതെന്ന് ജിംബെ പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് അത് ഗുങ്കോയെ സംബന്ധിച്ച് എന്തോ കാര്യമാണ്. ബ്രൂക്കിന് ഗുങ്കോയെ കണ്ടപ്പോൾ എന്തോ മുൻപരിചയമുള്ള പോലെ തോന്നിയതും അതേപോലെ തന്നെ ഗുങ്കോയ്ക്ക് ബ്രൂക്കിനെ പറ്റിയുള്ള ആ ഒരു മെമ്മറി കിട്ടിയതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. സോ ബ്രൂക്കിന് ഇനി മുന്നോട്ട് വരുന്ന ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും ക്രൂഷ്യലായിട്ടുള്ള പരിപാടികൾ ചെയ്യാൻ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചാപ്റ്ററിന്റെ ഫൈനൽ പാനൽസിൽ നമുക്ക് കാണാം, അതായത് ഹാജുറുദ്ദീനും മറ്റുള്ളവരും ഡോമി റിവേഴ്സിയിൽ പെട്ടിട്ട് ഡീമൻസ് ആയി നിൽക്കുന്ന ജയൻസിന്റെ അടുത്ത് എത്തുന്നുണ്ട്. ആൻഡ് ഈ ഡോമി റിവേഴ്സി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് റിവേഴ്സി ഗെയിം പോലെ ഡീമൻസ് ആയി മാറിയ രണ്ട് ജയൻസിനെ ഇടയിൽ ഒരു ജയന്റ് പെട്ടുകഴിഞ്ഞാൽ ആ ഇടയിൽപ്പെട്ട ആളും ഡീമനായി മാറും. അതാണല്ലോ ഇതിന്റെ മെക്കാനിസം. അപ്പൊ അതിവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്പോയിലറിലെ ലാസ്റ്റ് വരി വായിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആകാംക്ഷ ഉണ്ടായത്. അതായത് ഈ ഡോമി റിവേഴ്സിയുടെ മെക്കാനിസം ഇതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സോറോ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടെന്ന്. ഇതിപ്പോൾ ഈ സ്പോയിലറിന്റെ മട്ട് കണ്ടിട്ട് ഈ ഒരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ടുപോയി ചാപ്റ്റർ നിർത്തുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സോറോയുടെ പ്ലാൻ എന്താണെന്നുള്ളത് മിക്കവാറും നമുക്ക് 1173 അറിയാൻ പറ്റും. പക്ഷെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഇല്ല. അപ്പോൾ ഈ ചാപ്റ്റർ വെള്ളിയാഴ്ച ആയിരിക്കും ഇറങ്ങുക. പറ്റിയ അന്ന് തന്നെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമായിട്ട് അപ്പോൾ ഉടനെ തന്നെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.